ജയിലിൽ നിന്ന് പരോളിലിറങ്ങിയും ആശുപത്രിയിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ചും മുങ്ങിക്കടന്നു കളഞ്ഞത് 100ഓളം തടവുകാർ. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ആശുപത്രിയിലും കോടതിയിലും കൊണ്ടുപോകവെ രക്ഷപ്പെട്ടവരും പരോളിലിറങ്ങി മുങ്ങിയവരും ഉൾപ്പെടെയുള്ള പട്ടികയാണിത്. ജയിലധികൃതരുടെ കണക്കനുസരിച്ച് 2020 മുതൽ തടവിൽ നിന്നും രക്ഷപ്പെട്ട 50ഓളം പേരിൽ 14 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരങ്ങളില്ല. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് പരോളിലിറങ്ങിയ 100ലധികം തടവുകാരിൽ 85 പേർ ഇനിയും മടങ്ങിയെത്താനുണ്ട്. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവരുൾപ്പെടെ ഇതിലുണ്ടെന്നാണ് കണക്ക്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് മാത്രം 30ഓളം പേർ തിരികെ എത്തിയിട്ടില്ല. വിയൂർ ജയിലിൽ നിന്ന് 3 പേരും പരോളിലിറങ്ങി മുങ്ങി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 4 പേരും നെട്ടുകാൽ, തേരി, ചീമേനി തുറന്ന ജയിലുകളിൽ നിന്ന് 35 പേരും പരോളിലിറങ്ങി മുങ്ങിയ ശേഷം തിരികെ എത്തിയിട്ടില്ല. വിവിധ ജയിലുകളിൽ തടവുകാരുടെ എണ്ണക്കൂടുതൽ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന വാദമാണ് ഉദ്യോഗസ്ഥർ നിരത്തുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലുമായി തടവുകാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി 7828 ആണ്. എന്നാൽ ഞായറാഴ്ചത്തെ കണക്കനുസരിച്ച് മാത്രം 10,054 പേരാണ് വിവിധ ജയിലുകളിലുള്ളത്. 727 തടവുകാരെ പാർപ്പിക്കേണ്ട തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മാത്രം 1585 പേരുണ്ട്. 948 പേരെ പാർപ്പിക്കേണ്ട കണ്ണൂർ ജയിലിലാകട്ടെ 1124 പേരാണ് ഉള്ളത്. വിയൂർ സെൻട്രൽ ജയിലിലെ ശേഷി 553 ആയിരിക്കെ 1123 പേരാണ് ഇവിടെ കഴിയുന്നത്. ശിക്ഷിക്കപ്പെട്ട ജയിലിലുള്ളത് 4251 പേരാണ്. എന്നാൽ റിമാൻഡ് തടവുകാരായി 4605 പേരും വിചാരണ തടവുകാരായി 1238 പേരും ജയിലുകളിലുണ്ട്. അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ അന്തേവാസികൾ ജയിലുകളിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് ജീവനക്കാരുടെ എണ്ണം കൂട്ടാതിരിക്കുകയും ചെയ്യുന്നത് സുരക്ഷയെ കാര്യമായി ബാധിക്കുന്നതായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.